ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. പെരുന്നാളൊക്കെ ആവാനായില്ലേ? എവിടെ എത്തി എല്ലാവരും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ? ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കൽ ഫുഡിനെ പറ്റിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയുക, മെയിനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഡെസേർട്ടുകളായിരിക്കും എല്ലാവരും യൂട്യൂബിലൊക്കെ തിരയൽ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വൈറലായിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ബൈറ്റ്സിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ പെരുന്നാൾ ഷോപ്പിങ്ങും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല മോഡസ്റ്റി വെയേഴ്സൊക്കെ കിട്ടുന്ന, വെസ്റ്റേൺ വെയേഴ്സ് കിട്ടുന്ന ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളെല്ലാം ഉണ്ട് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് പുഡിംഗ് ബൈറ്റ്സ് ഉണ്ടാക്കാം. സ്നോ വൈറ്റ് മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി അപ്പോൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് പാല്, അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും അതേ അളവിൽ പഞ്ചസാരയും. 1/4 കപ്പ് കോൺഫ്ലോർ, 1/4 കപ്പ് പഞ്ചസാര, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിൽ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് പാലിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ കലക്കിയെടുക്കുക. ഇതിപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ കലക്കിയെടുത്തേക്കാണ് കേട്ടോ. പിന്നെ അതാ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോണ പാത്രം ഞാൻ നല്ലോണം ഒന്ന് ബട്ടറൊക്കെ തടവിയിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ മിൽക്ക് മിക്സ് കുറുക്കിയെടുക്കണം ഇനി അടുത്തായിട്ട്. അപ്പോൾ ഇത് കുറുക്കിയെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വെക്കുക കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞ തീയിൽ, ആദ്യം ഒരു മീഡിയം തീയിലിട്ട് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേന് ഇത് നല്ലോണം കുറുകി തുടങ്ങും കേട്ടോ. അപ്പോൾ ഫ്ലെയിം നല്ലോണം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലോണം ടൈറ്റായിട്ട് കിട്ടണം, നല്ല തിക്കായിട്ട് വരണം കേട്ടോ. ഇത് പെട്ടെന്നുണ്ടാവും, നമ്മളൊന്ന് തിളച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നല്ലോണം തിക്കായിട്ട് വരുന്നത് വരെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ നോർമൽ പുഡിങ് പോലെ അല്ല കഴിക്കുന്നത്, ഇതിങ്ങനെ ബൈറ്റ്സ് ആയിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അങ്ങനെ ബൈറ്റ്സ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ലോണം തിക്കാക്കിയിട്ട് തന്നെ ഇത് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കുറുക്കിയെടുക്കുമ്പോൾ നല്ല ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, കോൺഫ്ലോറൊന്നും വെന്ത് കിട്ടില്ല. അത് നല്ലോണം വെന്ത് തന്നെ കുറുകി വരണം. അതിനാണ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടി നോക്കുക കേട്ടോ. നല്ലോണം ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് കൂട്ടിയെടുക്കാൻ പറ്റുന്ന അത്രയും ടൈറ്റായിട്ട് വേണം അത് കുറുക്കിയെടുക്കാൻ. കണ്ട, ഇതിങ്ങനെ നല്ലോണം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാവും കേട്ടോ. നല്ലോണം വെന്ത് വരുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാവും ഇതിന്. ഇനി ചൂടോട് കൂടി തന്നെ നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് അത് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ സെറ്റാവും. നല്ലോണം തണുത്ത് കിട്ടും കൂടിയും വേണം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് ശേഷമാണിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കിനി ഇത് ഒരേ കനത്തിലൊന്ന് സ്പ്രെഡാക്കി എടുക്കണം. ഇത് നല്ല ടൈറ്റായിട്ടുള്ള ഒരു എന്താ പറയുക, നല്ല ടൈറ്റായിട്ടല്ലേ ഈ പുഡിംഗ് മിക്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പാച്ചുലമ്മ കുറച്ച് ബട്ടർ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് അത് വെച്ചിട്ട് ബട്ടർ എന്തെങ്കിലും ആക്കിയതിന് ശേഷം ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടാതെ നമുക്ക് നല്ല റെഡിക്ക് ലെവൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ മേലെ ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഒരേ കനത്തിൽ ഇത് സ്പ്രെഡാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാനിത് ഒരേ കനത്തിൽ തന്നെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മൂടി വെക്കാൻ പറ്റുന്ന പാത്രത്തിലൊക്കെ ആണെങ്കിൽ നല്ലോണം അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇത് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അപ്പോഴാണ് നല്ല സെറ്റായി വരിക. പിന്നെ ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം നമ്മളെ പുഡിങ് നമുക്ക് ഇനി ബാക്കി പരിപാടികൾ ചെയ്യാം. കണ്ട, നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്യണം. അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മളിത് ഡീമോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒരു സ്പൂണോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡ് കൂടിയൊക്കെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് വേണം ഇത് കമിഴ്ത്തിയെടുക്കാൻ. കണ്ട, സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് അതിൻ്റെ അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നല്ലോണം അതിൽ ഒട്ടി പിടിക്കാതെ നല്ലോണം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കമിഴ്ത്തിയെടുക്കുമ്പോൾ ഫുള്ളായിട്ടും ആ ഒരു ഷേപ്പ്ലെസ് ആവാതെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
കട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. അല്ലാതെ ഇത് ഇങ്ങനെ കട്ട് ചെയ്യൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര ഹാർഡായിരിക്കും അങ്ങനെയൊന്നും വിചാരിക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ബൈറ്റുകളായിട്ട് തന്നെ ഒരാൾക്ക് ഒരു ബൈറ്റ് എന്നുള്ള രീതിയിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ വേറൊരു ഡെസേർട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, പാല് പൊരിച്ചത്. നമ്മൾ അതിനും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മളത് പിന്നെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ വേറൊരു രീതിയിലാണ്. അപ്പോൾ അതാ പീസുകളൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രൈ ആക്കണോ അങ്ങനെ ഒന്നും ചെയ്യണില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കുക. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ജസ്റ്റ് ഒരു ലുക്കിനും ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് അതിലൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് അതിലിങ്ങനെ നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി. പക്ഷേ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ ബാക്കി വരുന്ന പാൽപ്പൊടി ഉണ്ടല്ലോ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ തന്നെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്നോ വൈറ്റ് മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സ്നോ വൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളതിൻ്റെ മേലെ ആ ഒരു പാൽപ്പൊടിയിൽ റോൾ ചെയ്തിട്ടുള്ളത്. എപ്പോഴും പുഡിംഗ് എന്ന് അറിയുമ്പോൾ നമ്മൾ ബൗളിലൊക്കെ ആക്കിയിട്ട് ഒന്നെങ്കിൽ ബൗളിലാക്കി തന്നെ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ വലിയ പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്തിട്ട് ബൗളിലാക്കിയിട്ടാണ് സെർവ് ചെയ്യൽ അല്ലേ. എന്നിട്ട് അത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുക. അതാണല്ലോ പുഡിങ്ങിൻ്റെ ഒരു എന്താ പറയുക, പുഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളൊക്കെ മൈൻഡിലുള്ളത് അല്ലേ. പക്ഷേ ഇങ്ങനെ ബൈറ്റായിട്ട് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റിയ പുഡിങ്ങുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ആകെ 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലെങ്കിലും ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാണില്ലേ ഇത് എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. അതുപോലെ തന്നെ കഴിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പെരുന്നാൾ സ്പെഷ്യൽ പുഡിങ്. അപ്പോൾ ഈ പെരുന്നാളിനൊരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്ക് നമ്മളെ പെരുന്നാൾ ഷോപ്പിംഗ് കാണാം. ഇപ്രാവശ്യമില്ലേ പെരുന്നാൾ പെട്ടെന്നായ പോലെ കേട്ടോ തോന്നുന്നത്. ചെറിയനാൾ ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്നിങ്ങനെ തോന്നുക. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഞാൻ ഡ്രസ്സ് എടുത്തോന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അതിനൊക്കെ ആയോ എന്നുള്ളതൊക്കെ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്നുണ്ടെങ്കിൽ അസക്കും ആദിക്കും അനാമിനൊന്നും ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ആദിക്കും അനാമിനൊക്കെ താത്ത ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അസക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോർഡ് എക്സാമൊക്കെ കഴിഞ്ഞ് നല്ല റിസൾട്ടൊക്കെ ആയതുകൊണ്ട് ഓളെ മൂത്താപ്പിയും ആൻറ്റിയൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റായിട്ട്. അപ്പോൾ അതൊക്കെ പെരുന്നാളിന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് മാത്രമേ എടുക്കാണ്ടായിരുന്നുള്ളൂ. പിന്നെ എവിടെ നിന്ന് എടുക്കണം എന്ന് പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ കോയാക്കാൻ്റെ ആഡ് കണ്ടത് കേട്ടോ. കോട്ടക്കലൊരു ബേസാന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, നല്ല വെസ്റ്റേൺ വെയേഴ്സൊക്കെ ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ച് അങ്ങനെ വന്നതാണ്. എല്ലാവരും കാണലുണ്ടാവില്ലേ കൊമ്പൻകാട്ട് കോയൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടും ഈ ബേസ പറഞ്ഞ ലൊക്കേഷനിലൊന്നും കണ്ടില്ല. കുറേ കറങ്ങി തിരിഞ്ഞാണിട്ട് നമുക്ക് ബേസിൻ്റെ ബോർഡ് തന്നെ കിട്ടിയത്. അപ്പോൾ അതൊരു സൈഡിലേക്കായിട്ടാണ് അതുകൊണ്ട് കാണാത്തത്. പക്ഷേ ഇവിടെ എത്തി നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. കാരണം കുറേ ചെരുപ്പ് പുറത്തിറക്കുന്ന തന്നെ ഉണ്ട്. അപ്പോൾ തന്നെ താരക്കാക്ക് ആകെ ഒരു മടുപ്പായിട്ടുണ്ട് കേട്ടോ. തിരക്കാവുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് താരക്ക അവിടെ ഇറങ്ങിയിട്ടേ ഇല്ല. ഞാനും അസിം മാത്രമാണ് കേട്ടോ ഷോപ്പിൽ ഇറങ്ങിയത്. പക്ഷേ വിചാരിച്ച പോലെയൊന്നുമല്ല, ചെറിയൊരു ഷോപ്പാണ്. എന്നാലും ഉള്ളത് കാണുന്നത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള മോഡലുകൾ നമുക്ക് എന്താ പറയുക ഫുൾ ലെങ്ത്തിൽ മാക്സി ഡ്രസ്സുകളില്ലേ അങ്ങനത്തെ വേണ്ടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വെസ്റ്റേൺ വെയേഴ്സ് ഹാഫായിട്ടുള്ളതും പിന്നെ പല ലെങ്ത്തിലുള്ള ടോപ്പുകൾ എല്ലാം കാണുന്നത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്രയും നല്ല രസമായിട്ട് പിന്നെ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും ഇട്ട് നോക്കി നമുക്ക് ട്രയൽ ചെയ്ത് നോക്കിയിട്ടൊന്നും സെലക്ട് ചെയ്യാനൊന്നും പറ്റണില്ല. ആകെ ഒരു ട്രയൽ റൂമേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെന്നപ്പോൾ തൊട്ട് 3-4 ഡ്രസ്സുകൾ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആകെ ഒരു ട്രയൽ റൂമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുണ്ട് ഇറങ്ങണേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ വലിയൊരു മിററുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് എല്ലാവരും ഇട്ട് നോക്കുന്നതൊക്കെ. അപ്പോൾ അത്രയും എന്താ പറയുക, ഞാൻ എല്ലാം ഒന്നും പിന്നെ ഇട്ട് നോക്കാൻ നിന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 മാത്രം ഒന്ന് സൈസൊക്കെ നോക്കിയിട്ട് അങ്ങനെ അതിന് ഞാൻ വേഗം എനിക്ക് വേണ്ടിയത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കണത്.
മാക്സി ഡ്രസ്സുകളൊക്കെ എനിക്കിഷ്ടമായി കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ഹൈറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല കേട്ടോ. എല്ലാം നല്ല രസമുണ്ടാവും. ഇതൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ളതാണ്. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ അടിയൊക്കെ പിന്നെയും കട്ട് ചെയ്ത് കഴിയുമ്പോൾ പണിയെടുക്കുകയൊക്കെ വേണം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആ ഭാഗമൊന്നും വല്ലാതെ നോക്കിയിട്ടില്ല. പിന്നെ ഉണ്ടല്ലോ, സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്കേർട്ടുകളും ടോപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു 18 വയസ്സ് മുതൽ ഉള്ള ആൾക്കാർക്കാന്ന് തോന്നുന്നു. 18 വയസ്സിൻ്റെ മേലേക്കുള്ളവർക്കായിരിക്കും ഉണ്ടാവുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് നല്ല വെസ്റ്റേൺ മോഡൽസ് ടോപ്പുകൾ കേട്ടോ. അസക്കാന്നുണ്ടെങ്കിൽ ഓളതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് തെരയണം തപ്പണമൊക്കെ ഉണ്ട്. ഞാൻ ഓളോട് സ്ട്രിക്റ്റ് ആയിട്ടും പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എടുക്കണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓള് അങ്ങനെ അടങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ ഓള് പറഞ്ഞേക്കണം എന്നോട് ഇനി ഓൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഇവിടെ തന്നെ വരണമെന്ന്. നമുക്ക് കുറച്ചൊരു തിരക്കില്ലാത്ത നേരത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലോണം നോക്കി എല്ലാം നോക്കി എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും. ഇതിപ്പോൾ അത്ര ഉള്ളൊരു ഗ്യാപ്പൊന്നുമില്ല. നമ്മളിതിങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കി അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഷോപ്പ് ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ ഉള്ളതെല്ലാം നല്ല എന്താ പറയുക, നല്ല ടോപ്പുകളും നല്ല ഡ്രസ്സുകളെല്ലാതും. എല്ലാ ഭാഗവും എനിക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ആൾക്കാർ കൂടുതലുള്ള ഭാഗങ്ങളിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. അപ്പോൾ ഞാനങ്ങനെ അധികം ആളില്ലാത്തടത്ത് നിന്നൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതാ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആദ്യമൊക്കെ ഒരു പാൻറ്റ് എടുക്കാനുണ്ട് കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും കടയിൽ കയറിയാൽ എല്ലായിടത്തും തിരക്കിയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നമ്മളെ മലപ്പുറം സ്റ്റുഡിയോയിൽ തന്നെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് പെട്ടെന്ന് കിട്ടലുണ്ട്. പിന്നെ നല്ല മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ ഞാൻ പാൻറ്റ് നോക്കാനും വേണ്ടി വന്നതാണ്. ഇവിടെ എത്തി നോക്കുമ്പോൾ ഞാൻ ഇവിടെ അത്ര തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിച്ച്. പക്ഷേ ഇവിടെ എത്തി നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ടികൾ, പാർക്കിംഗ് ഒന്നുമില്ല. ആയിക്കൂടെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ താരൊക്കെ ഇനി പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ പിന്നെ സമയമില്ല. ഞാൻ ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ പെരുന്നാളിന്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ സ്കൂൾ, ഞങ്ങൾ സൺഡേ പോയത്, പിന്നെ അടുത്ത ദിവസം മുതൽ സ്കൂളും തുടങ്ങും. അപ്പോൾ പിന്നെ പോകാൻ സമയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആരൊക്കെ പാർക്കിങ് നോക്കി പോയതാട്ടോ. ആ ഗ്യാപ്പിൽ ഏതായാലും വന്നപ്പോൾ തന്നെ ആദ്യമുള്ളത് കിട്ടി. പിന്നെ ഓൻക്കാകുമ്പോൾ അങ്ങനെ ഒരുപാട് സെലക്ട് ചെയ്യാനൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ലൂസ് ഫിറ്റ് ആയിട്ടുള്ളൊരു പാൻ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു പാൻ്റ് അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച കളറിൽ തന്നെ കിട്ടി. പെട്ടെന്ന് തന്നെ അത് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ താരക്കാക്കും കൂടി ഒരു പാൻറ്റ് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു 3-4 അടുത്ത് കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ താരക്ക വന്ന് നോക്കിയിട്ട് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ള എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഏതായാലും താരക്കാക്കും ഒന്നെടുത്തു. പിന്നെ എന്താ പറയുക, അനാമിന് ഞാൻ ഡ്രസ്സ് എടുക്കുന്നില്ല ഇവിടുന്ന്. ഞാൻ പറഞ്ഞില്ലേ ഓൾക്ക് ഡ്രസ്സ് ഉണ്ട്. പക്ഷേ എന്നാലും കുട്ടികളുടെ ഡ്രസ്സ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണുമ്പോൾ. അത് നമ്മൾ ആവശ്യമില്ലെങ്കിലും കൂടിയും പിന്നെയൊന്ന് നോക്കും. ആൺകുട്ടികളുടെ ഡ്രസ്സാകുമ്പോൾ അങ്ങനെ വല്ലാതെ നോക്കലില്ല കേട്ടോ. ആദ്യം അങ്ങനെ ഒരുപാട് ടൈം എടുക്കലേ ഇല്ല ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഞാനിതൊക്കെ എടുത്തപ്പോഴത്തേന് ഓൾക്കൊരു ചെരുപ്പ് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾക്ക് ചെരുപ്പും ഷൂവും ഒക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ എന്നാലും ഇതിപ്പോൾ മഴയത്തൊക്കെ നനയാൻ പറ്റുന്ന ഒരു ചെരുപ്പൊന്നും പറഞ്ഞ് അങ്ങനെ ഒന്ന് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഡ്രസ്സുകളൊക്കെ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.